ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 6th മൊഡ്യൂളിലെ ടോപ്പിക് ആയ കൈനമാറ്റിക് മെത്തേഡ് അപ്ലൈഡ് ടു ഫ്രെയിംസ്. സോ കൈനമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് ഫ്രെയിംസിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. കൈനമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് ഫ്രെയിംസിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് 3 കൊളാപ്സ് മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഇസ് ബീം മെക്കാനിസം, സെക്കൻഡ് സ്വേ മെക്കാനിസം ആൻഡ് തേർഡ് കമ്പൈൻ മെക്കാനിസം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. കൊളാപ്സ് ലോഡ്സ് ഓഫ് ഫ്രെയിം ABCD are shown in figure. Determine the plastic moment capacity of the section required. Assume the same section is going to be used throughout. So question ഒരു ഫ്രെയിം ABCD തന്നിട്ടുണ്ട്. ഈ ഫ്രെയിമിന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് ദി സെക്ഷൻ സെയിം പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ബീം മെക്കാനിസം ആണ് വരയ്ക്കുന്നത്. ഈ ഫ്രെയിമിൽ AB എന്ന പോർഷനിലും BC എന്ന പോർഷനിലും ലോഡ് വരുന്നുണ്ട്. സോ നമ്മൾ ABയുടെ ബീം മെക്കാനിസവും കൺസിഡർ ചെയ്യണം, BCയുടെ ബീം മെക്കാനിസവും കൺസിഡർ ചെയ്യണം. So first consider the beam mechanism of span BC. So first BCയുടെ beam mechanism consider ചെയ്യാം. BC എന്ന span എടുക്കുമ്പോൾ B considered as fixed, also C considered as fixed. So B യിലും C യിലും plastic hinge form ചെയ്യും. Then BC throughout UDL ആണ് carry ചെയ്യുന്നത്. So maximum bending moment occurs at the center. So center point ലും plastic hinge form ചെയ്യും. So ഏത് പോയിന്റിലാണോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് അവിടെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ കൊടുക്കുക. ഡ്രോ ദി ഡിഫ്ലക്റ്റഡ് ഡയഗ്രം ഓഫ് സ്പാൻ BC. സോ സ്പാൻ BCയുടെ ഡിഫ്ലക്റ്റഡ് ഡയഗ്രം ആണ് കാണിച്ചിരിക്കുന്നത്. സിൻസ് നമ്മൾ സെൻട്രലിലാണ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നത്, സോ ബിയിലെയും സിയിലെയും റൊട്ടേഷൻ സെയിം ആണ്. ഇവൻ ദോ നമ്മൾ θ1 θ2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അവസാനം നമുക്കത് സെയിം ആയിട്ട് കിട്ടും. ദെൻ എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. Since BC throughout UDL ആണ് carry ചെയ്യുന്നത്, so external work done is equal to intensity of UDL into area of deflected diagram. Then internal work done compute ചെയ്യുക. MP into θ1 plus MP into θ1 plus θ2 plus MP into θ2. Then θ1 and θ2 compute ചെയ്യാനായിട്ട് first consider right angle triangle. You will get delta 1 is equal to 2.5 θ1. Then അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽറ്റ 1 is equal to 2.5 θ2 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. യു വിൽ ഗെറ്റ് θ1 is equal to θ2. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ സെൻട്രലാണ്, ഒരു സ്പാനിന്റെ സെൻട്രലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. സെൻട്രൽ പോയിന്റിലാണ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് എൻഡിലെയും റൊട്ടേഷൻ സെയിം ആയിരിക്കും. Then external work done compute ചെയ്യാം. WC into half delta 1 into L. Delta 1 ന് പകരം 2.5 θ1 substitute ചെയ്യാം. WC ക്ക് പകരം UDL ന്റെ intensity 20 substitute ചെയ്യാം. Simplify ചെയ്യാം. You will get external work done as 125 θ1. അപ്പോൾ ഇവിടെ external work done in terms of θ1 ആണ് കമ്പ്യൂട്ട് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ θ2 ന്റെ ടേംസിലും കമ്പ്യൂട്ട് ചെയ്യാം. Then internal work done compute ചെയ്യാം. MP into θ1 plus MP into θ1 plus θ2 plus MP into θ2. So ഈ ഇക്വേഷനിൽ ഒന്നുകിൽ θ1 ന് പകരം θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ θ2 ന് പകരം θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ θ2 ന് പകരമാണ് θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. So you will get internal work done as 4 MP θ1. Then external and internal work done കിട്ടിക്കഴിഞ്ഞാൽ next according to principle of virtual work, external work done is equal to internal work done. External and internal work done equate ചെയ്യാം. രണ്ട് സൈഡും θ1 കോമൺ ആയിട്ട് വരും, ക്യാൻസൽ ചെയ്യാം. You will get plastic moment capacity MP as 31.25 kilonewton meter. Okay. So BCയുടെ beam mechanism കഴിഞ്ഞു. Then next നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് AB എന്ന സ്പാനിൽ UDL വരുന്നത് കൊണ്ട് AB എന്ന സ്പാനിന്റെ ബീം മെക്കാനിസം കൂടെ കൺസിഡർ ചെയ്യണം. സോ നെക്സ്റ്റ് കൺസിഡർ ദി ബീം മെക്കാനിസം ഓഫ് സ്പാൻ AB. ഏതൊക്കെ പോയിന്റിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. A ഹിഞ്ച്ഡ് ആണ്, സോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യില്ല. B
fixed ആണ്, considered as fixed. So B യിൽ plastic hinge form ചെയ്യും. And also AB throughout UDL ആണ് carry ചെയ്യുന്നത്. B is considered as fixed and A is hinged. So maximum bending moment വരുന്നത് A എന്ന hinged സപ്പോർട്ടിൽ നിന്നും 0.414 L ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. സോ ആ പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. കറസ്പോണ്ടിങ് ആയിട്ട് ആ പോയിന്റിൽ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 1 പ്രൊവൈഡ് ചെയ്യുക. സ്പാൻ എ ബിയുടെ ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ബി കൺസിഡേർഡ് as ഫിക്സ്ഡ്, എ സിമ്പിൾ സപ്പോർട്ട് ആണ്. സോ ത്രൂ ഔട്ട് UDL ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് സിമിലർ ടു പ്രോപ്ഡ് കാന്റിലിവർ ബീം. So for a propped cantilever beam carrying UDL throughout its length, maximum bending moment occurs at a distance 0.414 L from the simple support. Okay, so A യിൽ നിന്നും 0.414 into 5 meter മാറിയിട്ടാണ് maximum bending moment വരുന്നത്. So ആ പോയിന്റിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 1 പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, then external work done compute ചെയ്യുക. Intensity of UDL into area of loaded diagram. Then internal work done compute ചെയ്യുക. MP into theta 1 plus theta 2 plus MP into theta 2. ഇവിടെ സെൻട്രൽ പോയിന്റിൽ അല്ല പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. സോ എയിലെയും ബിയിലെയും റൊട്ടേഷൻ ഡിഫറെന്റ് ആയിരിക്കും. Then first right angle triangle കൺസിഡർ ചെയ്യുക. ഡെൽറ്റ 1 is equal to 2.07 theta 1 എന്ന് കിട്ടും. അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഡെൽറ്റ 1 is equal to 2.93 theta 2 എന്ന് കിട്ടും. രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. You will get theta 2 is equal to 0.706 theta 1. ഒന്നുകിൽ theta 1 in terms of theta 2 കമ്പ്യൂട്ട് ചെയ്യുക or theta 2 in terms of theta 1 കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ theta 2 in terms of theta 1 ആണ് കമ്പ്യൂട്ട് ചെയ്തത്. Then external work done ന്റെ ഇക്വേഷനിൽ ഡെൽറ്റ 1 ന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൾസോ WC ന് പകരമുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then internal work done compute ചെയ്യാം. Internal work done ന് theta 2 ന് പകരം in terms of theta 2 in terms of theta 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. Then according to principle of virtual work, external work done is equal to internal work done. External work done നമുക്ക് കിട്ടിയ വാല്യൂ, internal work done നമുക്ക് കിട്ടിയ വാല്യൂ ഇക്വേറ്റ് ചെയ്യുക. രണ്ട് സൈഡും theta 1 കോമൺ ആയിട്ടുണ്ട്. സോ theta 1 ക്യാൻസൽ ചെയ്ത് കളയാം. You will get MP as 21.46 kilonewton meter. Okay, അപ്പൊ ഇങ്ങനെയാണ് AB യുടെ ബീം മെക്കാനിസത്തിൽ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യും. നെക്സ്റ്റ് മെക്കാനിസം സ്വേ മെക്കാനിസം. AB എന്ന കോളത്തിൽ ലോഡ് വരുന്നുണ്ട്. സോ ഈ ഫ്രെയിമിൽ സ്വേ പോസിബിൾ ആണ്. കോളംസിനാണ് സ്വേ പോസിബിൾ ആകുന്നത്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം വരയ്ക്കുക. കോളംസിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ എയിൽ റൊട്ടേഷൻ തീറ്റ ആണെങ്കിൽ ബിയിലും തീറ്റ ആയിരിക്കും. സെയിം റൊട്ടേഷൻ തന്നെ ആയിരിക്കും സിയിലും ഡിയിലും, കാരണം എ ബിയുടെയും സി ഡിയുടെയും ഹൈറ്റ് സെയിം ആണ്. ദെൻ എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യാം. UDL ആയതുകൊണ്ടാണ് സ്വേക്ക് കാരണമായ ഫോഴ്സ് എ ബിയിലെ UDL ആയതുകൊണ്ടാണ് external work done intensity of UDL into area of deflected diagram എടുത്തിരിക്കുന്നത്. Where area of deflected diagram half into delta into L. L എന്ന് പറയുന്നത് കോളത്തിന്റെ ഹൈറ്റ് ആണ്. സോ ഏരിയ എടുക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. ഓക്കെ, half into L into delta, where L is length of AB. Then internal work done compute ചെയ്യാം. Then നേരത്തെ കാണിച്ച റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്നും ഡെൽറ്റ is equal to 5 theta എന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ഓൾറെഡി എക്സ്റ്റേണൽ വർക്ക് ഡൺ 25 ഡെൽറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഡെൽറ്റയ്ക്ക് പകരം 5 theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then according to principle of virtual work, external work done is equal to internal work done. So external work done നമുക്ക് 25 delta കിട്ടി. Internal work done 3 MP theta കിട്ടി. രണ്ട് values equate ചെയ്യാം. ഡെൽറ്റയ്ക്ക് പകരം 5 theta substitute ചെയ്യാം. You will get MP as 41.67 kilonewton meter.
ഡെൽറ്റയ്ക്ക് 5 തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡും തീറ്റ കോമൺ ആയിട്ട് വരും. ക്യാൻസൽ ചെയ്ത് കളയാം. You will get MP as 41.67 kilonewton meter. Okay. So sway mechanism കഴിഞ്ഞു. അടുത്ത combined mechanism ആണ്. ശ്രദ്ധിക്കുക, combined mechanism വരുമ്പോൾ beam mechanism ഉം sway mechanism ഉം combine ചെയ്താണ് നമ്മൾ combined mechanism വരുന്നത്. അപ്പോ BC എന്ന ബീമിലെ മെക്കാനിസവും സ്വേ മെക്കാനിസവും മാത്രം കമ്പൈൻ ചെയ്താൽ മതി. കാരണം എബിയിലെ മെക്കാനിസം കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എബിയിലെ നമ്മൾ സ്വേ ഓൾറെഡി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോ കമ്പൈൻഡ് മെക്കാനിസത്തില് ബീമിലെ BC എന്ന ബീമിലെ മെക്കാനിസവും സ്വേ മെക്കാനിസവും മാത്രം കമ്പൈൻ ചെയ്താൽ മതിയാകും. എബിയുടെ മെക്കാനിസം കമ്പൈൻ ചെയ്യരുത്. കാരണം എബിയുടെ മെക്കാനിസം സ്വേ മെക്കാനിസത്തിൽ കയറി വരും. സോ കമ്പൈൻഡ് മെക്കാനിസം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ABCD സ്വേ മെക്കാനിസവും BCയുടെ ബീം മെക്കാനിസവും കമ്പൈൻ ചെയ്ത് കമ്പൈൻഡ് മെക്കാനിസം ഫോം ചെയ്തിട്ടുണ്ട്. എയിലെ റൊട്ടേഷൻ തീറ്റയാണ്, ബിയിലെ റൊട്ടേഷൻ തീറ്റയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. സിമിലർലി ബീം മെക്കാനിസം എടുക്കുമ്പോഴും ബിയിലെ റൊട്ടേഷൻ തീറ്റ തന്നെ ആയിരിക്കും. എബിയുടെ മെക്കാനിസം എടുക്കുമ്പോൾ ബിയിലെ റൊട്ടേഷൻ തീറ്റ ആണെങ്കിൽ BCയിലെ മെക്കാനിസം എടുക്കുമ്പോഴും ബിയിലെ റൊട്ടേഷൻ തീറ്റ ആയിരിക്കും. സിമിലർലി ബിയിലെ റൊട്ടേഷൻ തീറ്റ ആണെങ്കിൽ സിയിലെ റൊട്ടേഷനും തീറ്റ ആയിരിക്കും. കാരണം BCയിൽ സെൻട്രൽ പോയിന്റിലാണ് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ കൊടുക്കുന്നത്. സോ സിയിലെ റൊട്ടേഷനും തീറ്റ ആയിരിക്കും. സിയിലെ റൊട്ടേഷൻ തീറ്റ ആണെങ്കിൽ CD എന്ന കോളത്തിലെ റൊട്ടേഷനും തീറ്റ ആയിരിക്കും. ഓൾസോ D എന്ന പോയിന്റിലെ റൊട്ടേഷനും തീറ്റ ആയിരിക്കും. സോ ഏതൊക്കെ പോയിന്റിലെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് മാർക്ക് ചെയ്യുക. കമ്പൈൻഡ് മെക്കാനിസത്തിൽ ബിയിലെ പ്ലാസ്റ്റിക് ഹിഞ്ച് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. ദെൻ എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സ്വേക്ക് കാരണമായ എബിയിലെ UDL കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഡണ്ണും എടുക്കണം. അതുപോലെ BCയിലെ വർക്ക് ഡണ്ണും കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ എക്സ്റ്റേണൽ വർക്ക് ഡൺ 25 ഡെൽറ്റ പ്ലസ് 50 ഡെൽറ്റ 1 എന്ന് കിട്ടും. ദെൻ ഇന്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. ഇന്റേണൽ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷനിൽ MP into theta plus theta plus MP into theta plus theta plus MP theta എന്ന് വരും. Simplify ചെയ്യുക. You will get internal work done as 5 MP theta. Then according to principle of virtual work apply ചെയ്യുന്നതിന് മുന്നേ നേരത്തെ പറഞ്ഞതുപോലെ കോളത്തിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. സ്വേ മെക്കാനിസത്തിൽ കണ്ടതുപോലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. അവിടെ നിന്നും ഡെൽറ്റ ഇസ് ഈക്വൽ ടു 5 തീറ്റ എന്ന് കിട്ടും. ഓൾസോ ബീം മെക്കാനിസത്തിൽ നിന്നും ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു 2.5 തീറ്റ എന്ന് കിട്ടും. സോ നമുക്ക് ഡെൽറ്റ ആൻഡ് ഡെൽറ്റ 1 ഇൻ ടേംസ് ഓഫ് തീറ്റ കിട്ടിക്കഴിഞ്ഞു. Then next external work done compute ചെയ്യുക. 25 ഡെൽറ്റ പ്ലസ് 50 ഡെൽറ്റ 1. ഡെൽറ്റയ്ക്ക് പകരം നമുക്ക് കിട്ടിയ 5 തീറ്റ എന്ന വാല്യൂ ഡെൽറ്റ 1ന് പകരം 2.5 തീറ്റ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Simplify, you will get external work done as 250 theta. Then according to principle of virtual work, external work done is equal to internal work done. External work done 250 theta എന്ന് കിട്ടി. Internal work done 5 MP theta എന്ന് കിട്ടി. ഈ രണ്ട് വാല്യൂസും ഇക്വേറ്റ് ചെയ്യുക. രണ്ട് സൈഡും തീറ്റ കോമൺ ആയിട്ടുണ്ട്. തീറ്റ ക്യാൻസൽ ചെയ്യുക. You will get MP as 50 kilonewton meter. സോ നമ്മൾ രണ്ട് ബീം മെക്കാനിസം കൺസിഡർ ചെയ്തു, ഒരു സ്വേ മെക്കാനിസം കൺസിഡർ ചെയ്തു, കമ്പൈൻഡ് മെക്കാനിസം കൺസിഡർ ചെയ്തു. 4 മെക്കാനിസത്തിലെയും plastic moment capacity determine ചെയ്തു. So plastic moment capacity of the structure will be the greater value. 4 മെക്കാനിസത്തിലെ greater 1 ആയിരിക്കും സ്ട്രക്ചറിന്റെ plastic moment capacity. So the plastic moment capacity of the structure is 50 kilonewton meter. Okay, അപ്പോൾ നമുക്ക് 4 മെക്കാനിസത്തിലെ greater value ആയിരിക്കും സ്ട്രക്ചറിന്റെ plastic moment capacity, which is 50 kilonewton meter. Okay. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പൈൻഡ് മെക്കാനിസം വരയ്ക്കുമ്പോൾ എബിയുടെ ബീം മെക്കാനിസം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് സ്വേ മെക്കാനിസത്തിൽ കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കമ്പൈൻഡ് മെക്കാനിസത്തിൽ BC എന്ന ബീമിലെ മെക്കാനിസവും സ്വേ മെക്കാനിസവും മാത്രം കമ്പൈൻ ചെയ്താൽ മതിയാകും. The next problem, collapse load of frame ABCD are shown in figure. Determine the plastic moment capacity of the section required. Assume the same section is going to be used throughout. So, ഇവിടെ ABCD എന്ന ഒരു ഫ്രെയിം ആണ് തന്നിരിക്കുന്നത്. ഈ
ഫ്രെയിമിന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ സെക്ഷൻ സെയിം പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കഴിഞ്ഞ ഫ്രെയിംസിൽ നിന്നും ഈ ഫ്രെയിമിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് കോളംസിന്റെയും ഹൈറ്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ഇവിടെയും നമ്മൾ അനാലിസിസിൽ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ് ബീം മെക്കാനിസം കൺസിഡർ ചെയ്യണം, സ്വേ മെക്കാനിസം കൺസിഡർ ചെയ്യണം ആൻഡ് കമ്പൈൻ മെക്കാനിസം കൺസിഡർ ചെയ്യണം. സോ നമുക്ക് സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഇസ് ബീം മെക്കാനിസം ഓഫ് സ്പാൻ BC. BCയുടെ ബീം മെക്കാനിസം കൺസിഡർ ചെയ്യുക. BCയുടെ ബീം മെക്കാനിസം കൺസിഡർ ചെയ്യുമ്പോൾ B and C considered as fixed. So B യിലും C യിലും plastic hinge form ചെയ്യും. Then BC എന്ന spanൽ central point load ആണ്. So central point ൽ plastic hinge form ചെയ്യും. So corresponding ആയി BC യുടെ deflected diagram വരയ്ക്കാം. Since central point load ആണ് carry ചെയ്യുന്നത്, so central point ലായിരിക്കും plastic hinge form ചെയ്യുന്നത്. ആ point ലായിരിക്കും നമ്മൾ virtual displacement provide ചെയ്യുന്നത്. So B യിലെയും C യിലെയും rotation same ആയിരിക്കും. Then external work done compute ചെയ്യുക. Internal work done compute ചെയ്യുക. രണ്ട് triangles നിന്നും delta1 compute ചെയ്യുക. രണ്ട് equationന്റെയും left hand side same ആയിരിക്കും. So right hand side equate ചെയ്യുക. You will get theta1 is equal to theta2. Then external work done delta1 ന് പകരം 2 theta1 value substitute ചെയ്യുക. Also internal work done theta2 ന് പകരം theta1 substitute ചെയ്യുക. Simplify ചെയ്യുക. Then according to principle of virtual work, external work done is equal to internal work done. External work done നെ internal work done നെ equate ചെയ്യുക. രണ്ട് സൈഡും theta1 കോമൺ ആയിട്ട് വരും, ക്യാൻസൽ ചെയ്യുക. You will get MP as 25 kilonewton meter. നെക്സ്റ്റ് ഫ്രെയിമിന്റെ സ്വേ മെക്കാനിസം കൺസിഡർ ചെയ്യുക. ഫ്രെയിമിലെ കോളംസിലായിരിക്കും ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. സോ കറസ്പോണ്ടിങ് ആയി ഫ്രെയിമിന്റെ ഡിഫ്ലക്റ്റഡ് ഡയഗ്രം പ്ലോട്ട് ചെയ്യുക. സിൻസ് ഫ്രെയിമിലെ കോളംസ് ആയ AB ആൻഡ് CD രണ്ട് കോളംസിന്റെയും ലെങ്ത് ഡിഫറെന്റ് ആണ്. സോ AB യിലെ റൊട്ടേഷൻ ആയിരിക്കില്ല CD യിലെ റൊട്ടേഷൻ. സോ ഞാൻ AB യിലെ റൊട്ടേഷൻ θ1 എന്ന് മാർക്ക് ചെയ്തു, CD യിലെ റൊട്ടേഷൻ θ2 എന്ന് മാർക്ക് ചെയ്തു. Then external work done compute ചെയ്യുക. external work done compute ചെയ്യുമ്പോൾ swayക്ക് കാരണമായ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള work done വേണം compute ചെയ്യാൻ. So swayക്ക് കാരണമായ horizontal force 20 kilonewton ആണ്. So external work done will be 20 into delta. Then internal work done compute ചെയ്യുക. Then ഓരോ right angle triangle ആയിട്ട് consider ചെയ്യുക. So first right angle triangle consider ചെയ്യുമ്പോൾ delta is equal to 4 theta1 എന്ന് കിട്ടും. Then second right angle triangle consider ചെയ്യുമ്പോൾ delta is equal to 6 theta2 എന്ന് കിട്ടും. So രണ്ട് equationന്റെയും left hand side same ആണ്, right hand side equate ചെയ്യുക. You will get θ1 is equal to 1.5 θ2. Then external work done compute ചെയ്യുക. ഡെൽറ്റയ്ക്ക് പകരം 6 θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്നുകിൽ എല്ലാം θ2 ന്റെ ടേംസിൽ, അല്ല എങ്കിൽ എല്ലാം θ1 ന്റെ ടേംസിൽ. ഞാനിപ്പോൾ എല്ലാം θ2 ന്റെ ടേംസിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഡെൽറ്റയ്ക്ക് പകരം 6 θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Then internal work done in the equationൽ θ1 ന്റെ പ്ലേസിൽ 1.5 θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുക. You will get internal work done as 5 MP θ2. Then according to principle of virtual work, external work done is equal to internal work done. External work done 120 θ2 and internal work done 5 MP θ2 രണ്ടും equate ചെയ്യുക. രണ്ട് സൈഡും θ2 കോമൺ ആയിട്ടുണ്ട്, cancel ചെയ്യുക. You will get MP as 24 kilonewton meter. Okay. Then അടുത്ത മെക്കാനിസം combined mechanism, where നമ്മൾ sway mechanism beam mechanism combine ചെയ്യുവാണ്. So here is the deflected diagram. So ഇവിടെ A എന്ന പോയിന്റിലെ റൊട്ടേഷൻ θ1 ആണ്. So B എന്ന പോയിന്റിലെ റൊട്ടേഷനും θ1 ആയിരിക്കും. കോളം എടുക്കുകയാണെങ്കിലും ബീം എടുക്കുകയാണെങ്കിലും റൊട്ടേഷൻ θ1 ആയിരിക്കും. So B യിലെ റൊട്ടേഷൻ θ1 ആണെങ്കിൽ BC സെൻട്രൽ പോയിന്റിലൂടെയാണ് ക്യാരി ചെയ്യുന്നത്. So C എന്ന ബീമിലെ റൊട്ടേഷനും C എന്ന പോയിന്റിലെ റൊട്ടേഷനും θ1 ആയിരിക്കും. ഓക്കെ, ഇനി കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ AB യുടെ ലെങ്തും CD യുടെ ലെങ്തും ഡിഫറെന്റ് ആണ്. സോ കോളം കൺസിഡർ ചെയ്യുമ്പോൾ C യിലെ റൊട്ടേഷൻ θ2 ആണ്. സിമിലർലി D യിലെ റൊട്ടേഷൻ θ2. ഓക്കെ, ആംഗിൾ എടുത്തത് ക്ലിയർ ആയല്ലോ. ഇനി കമ്പൈൻഡ് മെക്കാനിസത്തിൽ B യിലെ പ്ലാസ്റ്റിക് ഹിഞ്ച് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. Then external work done compute ചെയ്യുക.
ഇന്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 4 θ1 എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 6 θ2 എന്ന് കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് θ1 is equal to 1.5 θ2. Then beam മെക്കാനിസത്തിലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുമ്പോൾ you will get delta1 is equal to 2 θ1. Then external work done compute ചെയ്യാം. delta1 ന്റെ പ്ലേസിൽ 2 θ1 substitute ചെയ്യാം and delta യുടെ പ്ലേസിൽ 4 θ1 substitute ചെയ്യാം. Okay. ഡെൽറ്റയുടെ പ്ലേസിൽ 6 θ2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാം ഇൻ ടേംസ് ഓഫ് θ2 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡെൽറ്റ1 ഓൾറെഡി നമുക്ക് 2 θ1 എന്ന് കിട്ടിയിട്ടുണ്ട്. θ1 ന്റെ പ്ലേസിൽ 1.5 θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ ആസ് 270 θ2. സിമിലർലി ഇന്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. θ1 ന്റെ പ്ലേസിൽ 1.5 θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുക. You will get internal work done as 8 mp θ2. Then according to principle of virtual work, external work done is equal to internal work done. External work done 270 θ2, internal work done 8 mp θ2 equate ചെയ്യുക. രണ്ട് സൈഡും θ2 കോമൺ ആയിട്ടുണ്ട്. So θ2 cancel ചെയ്യുക. You will get mp as 33.75 kilonewton meter. So മൂന്ന് മെക്കാനിസം നമുക്ക് കൺസിഡർ ചെയ്തു. മൂന്ന് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കിട്ടി. So the plastic moment capacity of the structure will be mp is equal to 33.75 kilonewton meter. So മൂന്ന് മെക്കാനിസത്തിലും നമുക്ക് കിട്ടിയ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയിലെ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും സ്ട്രക്ചറിന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. So the value is 33.75 kilonewton meter. Okay. അപ്പോൾ സ്ട്രക്ചറിന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി നമുക്ക് കിട്ടി. സോ ഇന്ന് നമ്മൾ രണ്ട് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിലെ ആദ്യത്തെ പ്രോബ്ലം രണ്ട് കോളംസിന്റെയും ലെങ്ത് സെയിം ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. രണ്ടാമത്തെ പ്രോബ്ലം രണ്ട് കോളംസിന്റെയും ലെങ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. സോ ഈ രണ്ട് പ്രോബ്ലവും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.